ഇത് തോമാച്ചന്റെ ഫ്ലാറ്റ്. സിനിമയിലൊന്ന് മുഖം കാണിക്കണം എന്ന സ്വപ്നവുമായി പല ആക്ടിംഗ് വർക്ക്ഷോപ്പുകളിലും പങ്കെടുത്ത് പരിചയപ്പെട്ടവരാണിവർ. പിന്നീട് എല്ലാവരും അടുത്ത സുഹൃത്തുക്കളായി മാറി. ആക്ടിംഗ് വർക്ക്ഷോപ്പുകളിൽ പങ്കെടുത്ത് കാശ് പോയതല്ലാതെ പറയത്തക്ക ഒരു ഉപകാരവും ഇവർക്കുണ്ടായിട്ടില്ല. അതുപോലെ തന്നെ സിനിമയിലേക്ക് പുതുമുഖങ്ങളെ തെരഞ്ഞെടുക്കാൻ ഓഡിഷൻ ഉണ്ടെന്ന പരസ്യം കണ്ടാൽ ഉടനെ അവിടെ ഓടിയെത്തും. സിനിമാക്കാർ പല മോഹന വാഗ്ദാനങ്ങളും നൽകി ഇവരുടെ കാശ് പോക്കറ്റിലാക്കുമെന്നതല്ലാതെ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാറില്ല. ഇവർ പലപ്പോഴും ഇതുപോലെ ഒത്തുചേർന്ന് അവരുടെ സങ്കടങ്ങൾ പങ്കിടാറുണ്ട്. പുതിയ സംഭവവികാസങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കാണാം. അതെ, നമ്മളിങ്ങനെ സംസാരിച്ചിരുന്ന സമയം കളഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് ചർച്ചയിലേക്ക് കിടക്കാം. വെറുതെ സമയം കളഞ്ഞിട്ട് ഒരു കാര്യമില്ല കേട്ടോ, പ്ലീസ്. അതെ, ഈ മീറ്റിംഗ് കഴിഞ്ഞിട്ട് വേണം എനിക്ക് അടുത്ത ഓഡീഷന് പോകാനായിട്ടുള്ളത്. അതൊന്നും കരാമേലെത്തണം. ഇത് എത്രാമത്തെ ഓഡീഷനാണ്? ഇതിലെങ്കിലും വല്ലതും നടക്കുമോ? സിനിമക്കാരെ വേണ്ട പോലെ സന്തോഷിപ്പിച്ച് സുഖിപ്പിച്ചാൽ ചിലപ്പോ നടന്നിരിക്കും. അല്ലേ സുകന്യെ? എന്റെ പട്ടി സൂപ്പിക്കും അവനെയൊക്കെ. അതെ, അവന്റെയൊക്കെ വേല അവന്റെ മനസ്സിലിരിക്കത്തേ ഉള്ളൂ. എന്റെ കയ്യില് നല്ല മൂർച്ചയുള്ള കത്രിക ഇരിക്കുള്ളൂ. ഈ ബാഗ് ഞാൻ ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട്. ചേച്ചി പറഞ്ഞത് വളരെ ശരിയാ. ഇവന്മാരോടൊക്കെ ഇങ്ങനെ തന്നെ വേണം. ഞാനും കരുതി വെച്ചിട്ടുണ്ട് ചെറിയൊരെണ്ണം എന്റെ കയ്യിൽ വേണം. അപ്പൊ നമുക്ക് തുടങ്ങല്ലേ, വെറുതെ സമയം കളയാം. അതെ, എല്ലാവരും ഇരുന്നേ. സുഹൃത്തുക്കളെ, സിനിമാ മോഹവുമായി നടക്കുന്ന നമ്മളിപ്പോഴുള്ള പ്രശ്നങ്ങളും വിഷമങ്ങളും എല്ലാം പഠിച്ചിട്ട് ഒരു റിപ്പോർട്ട് സമർപ്പിക്കാനായിട്ട് നമ്മൾ തോമാ കമ്മിറ്റിയെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ റിപ്പോർട്ട് ഇന്നിവിടെ തോമാ കമ്മിറ്റി അവതരിപ്പിക്കുന്നതാണ്. അപ്പോൾ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ തോമാച്ചൻ പറയുന്നതാണ്. അല്ല തോമാച്ച, ഈ റിപ്പോർട്ട് സമർപ്പിക്കാൻ കയ്യിൽ പേപ്പറൊന്നും കാണുമല്ലോ. പ്രിയ സുഹൃത്തുക്കളെ, അൻവർ ചോദിച്ച ചോദ്യത്തിന്റെ മറുപടി ആദ്യം ഞാൻ പറയാം. ഞാൻ അന്വേഷിച്ച് കണ്ടെത്തിയ വിവരങ്ങൾ വളരെ ഗുരുതരമായതും അതേപോലെ തന്നെ പലരുടെയും സ്വകാര്യതയെ ബാധിക്കുന്നതുമായതിനാൽ അതാരും അറിയണ്ടെന്ന് കരുതി ഞാൻ എൻ്റെ മനസ്സ് സൂക്ഷിച്ചിരിക്കുക. അതാ പേപ്പർ കാണാത്തത്. അതെ, ഏതായാലും നന്നായി. മാധ്യമങ്ങളാണെങ്കിൽ ചെകഞ്ഞ് നടക്കുകയാണ് ഏതെങ്കിലും ഒരു ഇരുന്നിട്ട് സംസാരിക്കാൻ മതി തോമാച്ചൻ. പറഞ്ഞ പോലെ ഇരുന്നിട്ട് പറയാം അല്ലേ? കുറെ നേരം നിൽക്കാനൊന്നും വയ്യ, ഭയങ്കര നടുവേദനയാ. അല്ല തോമാച്ചന് സിനിമയിൽ വല്ല സ്റ്റണ്ട് സിംഗിനെങ്ങാനോ അഭിനയിക്കാൻ കിട്ടിയാൽ ഈ നടുവേദന വെച്ച് എങ്ങനെ അഭിനയിക്കാനാ? മോനെ രാംദാസേ, നീ അധികം കളിയാക്കൊന്നും വേണ്ട. പഴുത്തല വീഴുമ്പോൾ പച്ചല ചിരിക്കുന്നൊരു ചൊല്ലുണ്ട്, കേട്ടിട്ടില്ലേ? നാളെ നിനക്കും എൻ്റെ പ്രായം വരും. അപ്പം ഈ അവസ്ഥയൊക്കെ തന്നെ നിനക്കും വരും കേട്ടോ. എടാ രാംദാസ്, കഴിഞ്ഞ ആഴ്ച നീ നടുവും തല്ലി താഴെ വീണേ ചളുങ്ങി കിടന്നപ്പം ഈ തോമാച്ചനല്ലേ ഉണ്ടായിരുന്നുള്ളൂ നിന്റെ നടുവിണി തരാൻ. ആ തോമാച്ചനെ തന്നെ വേണോടാ ഇങ്ങനെ കളിയാക്കാൻ. എൻ്റെ തോമാച്ച, ഞാനൊരു തമാശ പറഞ്ഞതാണ്, കാര്യാക്കല്ലേ. അതൊക്കെ പോട്ടെ, നമുക്ക് വിഷയത്തിലേക്ക് വരാം. അതായത് ഞാൻ ഈ സിനിമാ മോഹമായി നടക്കുന്ന നമ്മുടെ എല്ലാ ആൾക്കാരുടെയും കാര്യങ്ങളൊക്കെ പഠിച്ചു. അതിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങൾ ചുരുക്കി പറയാം. അതായത് സിനിമ പിടിക്കാൻ നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അതിൽ പലർക്കും, എല്ലാവർക്കും ഒന്നും പറയില്ല, കുറേ പേർക്ക് അവർക്ക് വേണ്ടത് ആണുങ്ങളിൽ നിന്ന് പൈസയും പെണ്ണുങ്ങളിൽ നിന്ന് മറ്റു ചിലതുമാണ്. മനസ്സിലായി കാണുമല്ലോ? നന്നായി മനസ്സിലായി. സിനിമയിൽ അഭിനയിക്കാൻ അവസരം തരാമെന്ന് പറഞ്ഞ് മോഹിപ്പിച്ച് കയ്യിൽ നിന്ന് പൈസ മേടിച്ച് നമ്മളവരെല്ലാം പറ്റിക്കുകയാണ്. അപ്പോ തോമാച്ചൻ അവതരിപ്പിച്ചിരിക്കുന്ന ഈ തോമാ കമ്മിറ്റി റിപ്പോർട്ട് നമുക്ക് കൈയടിച്ച് പാസ്സാക്കാമല്ലോ. അല്ല എൻ്റെ തോമാച്ച, ഇതിനിപ്പോൾ എന്താ ഒരു പരിഹാരം? നമുക്കൊരു കാര്യം ചെയ്താലോ, നഷ്ടപ്പെട്ട പൈസക്കെതിരെ ഇവർക്കൊരു കേസ് കൊടുക്കണം. എന്റെ പൊന്നല്ലേ, ഇവരുടെ പേരിൽ കേസിന് കൂട്ടത്തിൽ നിന്ന് പോയിട്ട് ഒരു കാര്യമില്ല. ഇവർക്കൊക്കെ അവിടെ നല്ല പിടിപാടാ. അത് ചേച്ചി പറഞ്ഞാൽ ശരിയാ. കേസിനും കൂട്ടത്തിനൊക്കെ പോയാലേ നമ്മൾ വെറുതെ ഈ നാട്ടുകാരുടെ മുമ്പിലൊക്കെ നാളെ പോയതോ പോയി. ഇനി നമുക്ക് പോകാതെ നോക്കാം.
എത്ര കാശ എൻ്റെ കയ്യിൽ പോകും. നിന്റെ മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെ കാശും പോയിട്ടുണ്ട്. ഈ സിനിമാക്കാർക്കും ആക്ടിങ് വർക്ക്ഷോപ്പുകാർക്കൊക്കെ കൊടുത്ത കാശുണ്ടായിരുന്നെങ്കിൽ നാട്ടിലൊരു 10 സെന്റ് ഭൂമിയെങ്കിലും വേണം. അത് ശരിയാണ്. തോമാച്ച, ഇപ്പം ഈ സോഷ്യൽ മീഡിയ അങ്ങ് തുറന്നു കഴിഞ്ഞാൽ ആക്ടിങ് വർക്ക്ഷോപ്പ്, കാസ്റ്റിംഗ് കോള്, ഓഡീഷൻ ഇത് മാത്രമേ കാണാൻ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതായത് ആക്ടിംഗ് വർക്ക്ഷോപ്പ്, കാസ്റ്റിംഗ് കോള്, അത് തന്നെയാണ് ഓഡീഷൻ. ഈ പറയുന്നതൊക്കെ അന്തസ്സായി നടത്തുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷേ കുറേ പേര് അതിന് ഉടായിപ്പ അവർ ഈ ആൾക്കാരെ കാശ് പിടുങ്ങാൻ വേണ്ടി മാത്രം ചെയ്യുന്നതാ. ഇന്ന് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ പറ്റിക്കാൻ സാധിക്കുന്നത് മലയാളികളാണ്, അതിൽ തന്നെ പ്രവാസി മലയാളി. വളരെ ശരിയാണ്. എന്താ കാര്യം എന്നറിയോ? പ്രവാസികൾ നിയമം കയ്യിലെടുക്കില്ല. അതന്നെ കാരണം. പേടിയുണ്ടേ. നമ്മളൊക്കെ പറ്റിക്കുന്നവരുണ്ടല്ലോ, അവർക്ക് ഒരിക്കലും ഗതി പിടിക്കില്ല. എന്തിനാ ഈ പറ്റിക്കുന്നവരെ നമ്മൾ വെറുതെ കുറ്റം പറയുന്നത്? നമ്മൾ പറ്റിക്കപ്പെടാൻ നിന്ന് കൊടുത്തിട്ടല്ലേ അവർ പറ്റിക്കുന്നത്. ആ പറഞ്ഞത് ശരിയാണ്. എത്ര കണ്ടാലും കേട്ടാലും കൊണ്ടാലും പഠിക്കത്തില്ല ഞാനോടൊക്കെ ഉള്ള ഈ പ്രവാസി മലയാളി. അല്ലേ തന്നെ എല്ലാ സിനിമാ താരങ്ങൾക്ക് ആക്ടിംഗ് വർക്ക്ഷോപ്പ് പങ്കെടുത്ത ആൾക്കാരാണ്, എന്നിട്ട് അവർ നന്നായിട്ട് അഭിനയിക്കുന്നില്ല. തോമാച്ചൻ ഇതിനെന്താ ഒരു പ്രതിവിധി? പ്രതിവിധിയൊക്കെ ഉണ്ട്. എൻ്റെ ചെറിയ മനസ്സിൽ വന്ന ഒരാശയം ഞാൻ പറഞ്ഞു. അതായത് ഒന്നാമത് നമ്മൾ ഈ സിനിമക്കാരെ പിന്നാലെ പോയിട്ട് ഒരു ചാൻസ് തരുമോ എന്ന് പറഞ്ഞു നടക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അത് ആദ്യം നിർത്തും. എന്നിട്ട് നമ്മളെല്ലാവരും ഒത്തുചേർന്ന് ഒരു സിനിമയെങ്കിലും ചെയ്യാം. എന്തേ തോമാച്ച, ഇതൊക്കെ നടക്കുന്ന കാര്യമാണ്. ഇതിനൊക്കെ ലക്ഷങ്ങളും കോടികളൊക്കെ വേണ്ടേ? ആ, വലിയ സിനിമ ചെയ്യുകയാണെങ്കിൽ ലക്ഷങ്ങൾ കോടികളൊക്കെ വരും. നമുക്ക് ചെറിയ സിനിമ ചെയ്യാലോ, അതിനധികം പൈസ വരില്ലല്ലോ. തോമാച്ചൻ ഉദ്ദേശിച്ചത് ഷോർട്ട് ഫിലിം ആണോ? ആ, ഈ ഷോർട്ട് ഫിലിം എന്ന് പറയുന്നത് തന്നെയല്ലേ ഹ്രസ്വ സിനിമ. ചെറിയ സിനിമയാണെങ്കിലും വലിയ സിനിമയാണെങ്കിലും സിനിമ തന്നെയല്ലേ. ഈ കഥ, തിരക്കഥ, സംവിധാനം, അഭിനയം, എന്താ എഡിറ്റിംഗ്, ഡബിങ് തുടങ്ങിയുള്ള എല്ലാ പരിപാടികളും ചെറിയ സിനിമയിലും വേണം, വലിയ സിനിമയിലും വേണം. പിന്നെ ദോഷം കാര്യമൊക്കെ ശരിയാണ്. പക്ഷെ ഈ ചെറിയ സിനിമയിലൊക്കെ വിളിച്ചിട്ട് ആര് ശ്രദ്ധിക്കാനാ? അല്ലല്ല, തോമാച്ചൻ പറഞ്ഞതിനകത്ത് കാര്യമുണ്ട്. നമുക്ക് ആദ്യം വേണ്ടുന്നത് എക്സ്പീരിയൻസാണ്. അത് സിനിമയിലാണേലും ജോലിയിലാണേലും അതിന് നമുക്കിത് ഗുണപ്പെടും. അത് തന്നെയല്ല, നമ്മുടെ ഈ തിരുമോന്ത 4 പേര് കാണണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ അത് തീർച്ചയായിട്ടും ഉപകാരപ്പെടും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അത് ശരിയാണ്. നമ്മൾ ചെറിയ സിനിമയിൽ അഭിനയിച്ച് നമ്മുടെ പെർഫോമൻസ് കണ്ടിട്ട് വലിയ നല്ല ഡയറക്ടേഴ്സോ പ്രൊഡ്യൂസേഴ്സോ ഒക്കെ നമ്മൾ അഭിനയിക്കാൻ വിളിച്ചാലോ? ആ അഭിപ്രായത്തോടെ ഞാനും യോജിക്കുന്നുണ്ട്. ചെറിയ സിനിമയാണെങ്കിലും ആദ്യം നമ്മുടെ മുഖം 4 ആളൊന്ന് കാണട്ടെ. അതെ. അല്ല തോമാച്ച, ഈ ഷോർട്ട് ഫിലിം എങ്ങനെ വർക്കൗട്ട് ചെയ്യാൻ സാധിക്കും? അതിനെക്കുറിച്ചൊന്നും നിങ്ങൾ പറയില്ല. വന്നു കഥയും തിരക്കഥയും ഞാൻ എഴുതും. പിന്നെ രാജേഷിന്റെ കയ്യിൽ ഐഫോൺ ഉണ്ടല്ലോ, ഐഫോണിൽ നമുക്ക് എല്ലാവർക്കും മാറി മാറി ഇത് ഷൂട്ട് ചെയ്യാം. അതിന് വേറെ ക്യാമറമാനും ഒന്നും വേണ്ട. പിന്നെ നമ്മൾക്ക് എല്ലാവർക്കും എന്തൊക്കെ കഴിവുകളുണ്ടോ അതെല്ലാം അത്രയേ ഉള്ളൂ. അപ്പോഴേ മേക്കപ്പിന്റെ കാര്യം ഞാൻ അന്നോട് നിനക്ക് എടുക്കുകയാണ്. പിന്നല്ലാതെ എഡിറ്റിംഗ് ഞാനിതുള്ളൂ. പിന്നെ ഇത് ലൈവ് റെക്കോർഡിംഗ് ആണെങ്കിൽ നമുക്ക് ഇതിന്റെ ആവശ്യം വരുന്നതേ. നീ കുറെ നാൾ മ്യൂസിക് എന്നൊക്കെ പറഞ്ഞ ആ ഹാർമോണിയം തൂക്കി നടന്നതല്ലേ? ബസ് സ്റ്റാൻഡില് അല്ലാതെ ഇവിടെ താരങ്ങനെ കളിയാക്കൊന്നും വേണ്ട. 3-4 വർഷം മ്യൂസിക് പഠിച്ചാണ് ഞാൻ. ഇതിലെ ബീജം ഞാൻ തന്നെ ചെയ്യും. ഇതാ നോക്ക്, ഇത്രയും കഴിവുകൾ നമ്മുടെ ഉള്ളിലുള്ളപ്പോഴാണ് നമ്മൾ ഈ സിനിമക്കാരുടെ മുമ്പിൽ വെച്ചിട്ട് ഒരു ചാൻസ് തരും എന്ന് ചോദിച്ചു. ചാൻസ് കിട്ടും, അതും കയ്യിൽ കാശ് വന്നിട്ട് വല്ല ആവശ്യമില്ല. അത് ശരിയാ. കാശ് കൊടുത്താൽ പോലും വലിയ സിനിമകളിൽ ആരും ശ്രദ്ധിക്കപ്പെടാത്ത വളരെ ചെറിയ സീനുകളിലൊക്കെ ആയിരിക്കും നമ്മളൊക്കെ വന്ന് പെടുക. അത് നേരെ മറിച്ച് നമ്മുടെ സിനിമയാകുമ്പോൾ നമ്മുടെ വേഷങ്ങൾ നമുക്ക് തന്നെ തീരുമാനിക്കാമല്ലോ. വെരി ഗുഡ് ഐഡിയ. ഇത്തരത്തിൽ നമുക്ക് ഒന്നല്ല അനേകം ഷോർട്ട് ഫിലിമുകൾ ചെയ്യാമല്ലോ. അതെ, ഈ ദുബായില് ബബിൾഗം ദുബായ് എന്ന് പറഞ്ഞിട്ട് ഒരു വെബ് സീരീസ് ടീം കണ്ടിട്ടുള്ള അവരിങ്ങനെ ചെയ്യണേ. അവരെല്ലാവരും കൂട്ടായി ചേർന്ന് ഷോർട്ട് ഫിലിംസ് ചെയ്തത്. ബബിൾഗം ദുബൈക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് ചെയ്തുകൂടാ? നമുക്കും ചെയ്യാം. നമ്മുടെ ഈ സംരംഭം വലിയൊരു വിജയമായി തീരുമെന്ന് എന്റെ മനസ്സ് പറഞ്ഞു. അതെ, മനസ്സ് വെച്ചാൽ ഏതൊരു കാര്യം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. ഈ ചില ആൾക്കാരുണ്ട്, അയ്യോ എന്നെ കൊണ്ടിത് സാധിക്കോ
എന്ന് ചിന്തിക്കുക. പിന്നെ അതുപോലെ ഈ മടി, അലസത, ഇതൊക്കെ എടുത്ത് മാറ്റിയാൽ തന്നെ ഉണ്ടല്ലോ എല്ലാ കാര്യം നടക്കും. അപ്പം തോമാച്ചന്റെ ഈ നിർദ്ദേശം എല്ലാവർക്കും ഓക്കെ ആണല്ലോ അല്ലേ? ഓ യെസ്. അപ്പോൾ തോമച്ച, സ്ക്രിപ്റ്റിന്റെ പരിപാടി ഇന്ന് തന്നെ തുടങ്ങിക്കും. നമുക്ക് എത്രയും പെട്ടെന്ന് ഷൂട്ട് ചെയ്യും. അപ്പൊ ഞാനൊരു നിർദ്ദേശം പറഞ്ഞോട്ടെ. അതായത് നമ്മുടെ ആദ്യത്തെ ഷൂട്ട് ഈ ഫ്ലാറ്റ് വെച്ച് തന്നെ നമുക്കങ്ങ് നടത്തിയാലോ? ആയിക്കോട്ടെ, അതിന് പ്രശ്നമൊന്നുമില്ല. നല്ല കാര്യം. എന്തായാലും സ്ക്രിപ്റ്റ് ഞാൻ ഈ ആഴ്ച തന്നെ കംപ്ലീറ്റ് ആക്കും. ഓക്കെ അടുത്ത ആഴ്ച നമുക്ക് ഷൂട്ട് തുടങ്ങാം. ഓക്കെ. അപ്പോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്ന് എല്ലാവർക്കും ഒരു ചായ കുടിച്ചങ്ങ് പിരിയാം. തോമാച്ച ചായ മാത്രമേ ഉള്ളൂ. ആ, തൽക്കാലം മാത്രമേ ഉള്ളൂ. ഒരു പരിപ്പൂടെയെങ്കിലും. അതല്ല, ഈ ഷൂട്ടിംഗ് ഒക്കെ കഴിയട്ടെ, എന്നിട്ട് നമുക്ക് ഓക്കെ ഓക്കെ. അതെ, എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചല്ലോ അല്ലേ? ആ, പിന്നെ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, കഴിയുന്നത്ര എക്സ്പെൻസ് കുറയ്ക്കാൻ നോക്കും. നമുക്ക് പ്രൊഡ്യൂസർ ഇല്ലാത്തതാണ്, ഓർമ്മ വേണം. എന്റെ തോമാച്ച, നിങ്ങളിങ്ങനെ ബേജാറാവാതെ, നമുക്ക് ഒരു ദിവസം നമുക്കൊരു പ്രൊഡ്യൂസർ വരും ഇൻഷാ അള്ളാ. ഈ സിനിമ ലൊക്കേഷനിൽ അനാവശ്യ എക്സ്പെൻസുകളാണ് പല പ്രൊഡ്യൂസർമാരെയും കുത്തുവാള എടുപ്പിക്കുന്നത്. ആ, അത് ശരിയാ. ഈ വലിയ സിനിമയിലൊക്കെ അങ്ങനെ സംഭവിക്കും. നമ്മൾ ഈ ചെറിയ ഒരു പരിപാടി അതൊന്നും കുഴപ്പമില്ല, നമ്മൾ ശ്രദ്ധിക്കണമെന്ന് മാത്രം. ആ ശരി. അല്ല തോമാച്ച, ഈ ദുബൈയിലെ മാധ്യമ പ്രവർത്തകരായിട്ട് തോമാച്ചിന് നല്ല പരിചയമില്ലേ? നമുക്ക് അവരെ എടുത്ത് ഒരു വാർത്ത കൊടുത്താലും നമ്മുടെ ഈ ലൊക്കേഷനെ കുറിച്ച്. നല്ല ഐഡിയ. അല്ല, നമ്മുടെ ഈ ഉദ്യമം മറ്റുള്ളവർക്ക് പ്രോത്സാഹനമാവട്ടെ. അതെ, നിങ്ങൾ പറയുന്നതിന് മുമ്പ് തന്നെ ഞാൻ എൻ്റെ മാധ്യമ സുഹൃത്തുക്കൾ മുഴുവൻ വിളിച്ച കാര്യം പറഞ്ഞു. അപ്പൊ അവരെ നമുക്ക് മാക്സിമം സപ്പോർട്ട് തരാൻ പറഞ്ഞു. അത് നന്നായി. ഇവിടുത്തെ മാധ്യമപ്രവർത്തകർ നാട്ടിലെ പോലെ മാപ്രകളല്ല, കുറച്ച് മര്യാദകളും. നാട്ടിലെ ചില മാപ്പറയുണ്ടല്ലോ, കാശ് കൊടുക്കുന്നവരെ മാത്രം പൊക്കി പറയും, ബാക്കിയുള്ളവരെ മാക്സിമം നാട്ടിക്കും ചെയ്യുന്ന ആൾക്കാരാണ്. എനിക്കറിയാം. അത്തരക്കാരാണല്ലോ മാപ്രകൾ എന്ന് പറയുന്നത്. ശരിക്കും അങ്ങനെയുള്ളവരെ മാധ്യമ പ്രവർത്തകർ എന്ന് പറയാനേ കൊള്ളില്ല. നല്ല മാധ്യമപ്രവർത്തകർക്ക് പോലും വെറും നാണക്കേടാണ് ഇത്തരമുള്ള മാപ്രകളുടെ ചില പ്രവൃത്തികൾ. മാപ്രകളവിടെ നിൽക്കട്ടെ, എല്ലാവരും റീടേക്ക് ഇല്ലാണ്ട് വേഗം ചെയ്താലേ ഷൂട്ട് വേഗം തീർക്കാം. തോമാച്ചോ, ഏതാണ്ട് എത്ര മണിക്ക് ഷൂട്ട് തീരും? അതെ, എല്ലാവരോടും പറയാണ്, വാച്ച് നോക്കിയിട്ട് ചെയ്യാൻ പറ്റുന്നതല്ല സിനിമ ഷൂട്ടിങ്. ചിലപ്പോൾ നേരത്തെ കഴിഞ്ഞെന്ന് വരും, ചിലപ്പോൾ നേരം വൈകുന്നു വരും. ഷൂട്ടിങ് തീരാണ്ട് ഒരാൾക്കൊന്നും പോകാൻ പറ്റില്ല. വേറെ അതെ, എല്ലാവരും മൊബൈൽ ഓഫാക്കി വെക്കണം. ഷൂട്ടിങ് തുടങ്ങി കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് കെട്ടിയോളുമാരി വരും. അതോടുകൂടി എല്ലാവരും മൂന്നാണ് ഓഫാക്കും. ആ, അതെ, എല്ലാവരും ഓഫാക്കി വെച്ചോട്ടോ. ആരുടെയും ഇതുവരെ റിങ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കൊടുത്ത് വലിച്ചെറിയും. എന്നെ ഭ്രാന്തനാക്കരുത്. തോമാച്ച, ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് തോമാച്ച 2 വാക്ക് പറയണം. അതെ, നമ്മുടെ സിനിമയുടെ തിരക്കഥാകൃത്തും സംവിധായകനുമായ തോമാച്ചൻ 2 വാക്ക് സംസാരിക്കുന്നതാണ്. ഓ യെസ്. സുഹൃത്തുക്കളെ, നമ്മൾ കുറേ കാലമായി കൊണ്ടു നടന്ന സിനിമാ സ്വപ്നങ്ങൾ ഇന്നിവിടെ സാക്ഷാത്കരിക്കാൻ പോവാം. തോമ കമ്മിറ്റി എന്നൊരു കമ്മിറ്റി നമ്മൾ രൂപീകരിച്ചിരുന്നല്ലോ, അതിൽ നിന്നും ഉരുത്തിരിഞ്ഞ നമ്മുടെ ആ ചിന്താധാരകളാണ് ഇന്ന് ഇവിടെ ഒരു സിനിമയായിട്ട് പരിണമിക്കാൻ പോകുന്നത്. എല്ലാം നന്നായി നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്. നേരമായി കഴിഞ്ഞില്ല നിന്റെ മേക്കപ്പ്. വേഗം വാ, അവിടെ മൊത്തം ട്രാഫിക് ആയിരിക്കും. ഓക്കെ, ശരി ശരി, ഞാൻ റെഡി. ബാ. ആക്ഷൻ. കട്ട്. നന്നായിട്ടുണ്ട് കേട്ടോ, നന്നായിട്ടുണ്ട്. ഓക്കെ, ഇനി എല്ലാവരും ഒന്ന് വന്നേ, ഒരു കാര്യം പറഞ്ഞോട്ടെ. അതെ, നമ്മളുടെ ഈ ലൊക്കേഷൻ്റെ ഷൂട്ട് തീർന്നു. ഇനി നമുക്ക് മറ്റൊരു ഓഫീസ് ലൊക്കേഷൻ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇനി എല്ലാവർക്കും അങ്ങോട്ട് പോവാം. ഓക്കെ, അപ്പോൾ ഞാനവിടെ ഉണ്ടാവും, നിങ്ങളെല്ലാവരും വന്നാൽ മതി. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.